ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ പാക് പൗരനെ കാലപുരിക്കയച്ച ഇന്ത്യൻ സൈന്യം. ജമ്മു കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെയാണ് ഇയാൾ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയത്. ഇതോടുകൂടി തന്നെ അതിവിദഗ്ധമായി തന്നെ സുരക്ഷാ സേന ഇയാളെ വെടിവെച്ച് വീഴ്ത്തുകയാണ് ഉണ്ടായത്. ഇതോടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുന്ന നിരവധി പാക് പൗരന്മാരെയാണ് ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കത്വ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം സംശയാസ്പദമായ നീക്കങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് അതിർത്തി സുരക്ഷാ സേന വെടിയുതിർക്കുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഹീരാനഗർ സെക്ടറിലെ ചന്താവാൻ ഖോദ അതിർത്തി ഔട്ട് പോസ്റ്റുകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറാനായിരുന്നു ഇയാൾ ശ്രമം നടത്തിയത്. ഈ ശ്രമം അല്ലെങ്കിൽ ഇയാളുടെ സാന്നിധ്യം കണ്ടെത്തിയതോടുകൂടി തന്നെ സുരക്ഷാ സേന അതിവിദഗ്ധമായി തന്നെ ഇയാളെ പിടികൂടുകയും വെടിവെക്കുകയുമാണ് ഉണ്ടായത്. ഇരുട്ടിന്റെ മറവിലൂടെ തന്നെ ഇന്ത്യൻ പ്രദേശത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുകയായിരുന്നു. ഇത് സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് അവഗണിച്ചും ഇയാൾ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമം നടത്തിയതോടുകൂടിയാണ് വെടിവെക്കേണ്ട ഗതിയിലേക്ക് വന്നത്. തുടർന്ന് വെടിയേറ്റ് വീണ ഇയാളെ സൈന്യം പിടികൂടുകയായിരുന്നു. പരിക്കേറ്റ നുഴഞ്ഞുകയറ്റക്കാരനെ ചികിത്സയ്ക്കായി തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതോടൊപ്പം ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെയും കൂടെ വെടിവെച്ച് വീഴ്ത്തുകയും ഇയാളെ സൈന്യം പിടികൂടുകയും ചെയ്തു. പരിക്കേറ്റ നുഴഞ്ഞുകയറ്റക്കാരനെ ചികിത്സയ്ക്കായി തന്നെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പേരോ മറ്റു വിവരങ്ങളോ ഇതുവരെയും ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം ഇയാളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നതും. അതേസമയം ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടക്കുകയും അതിൽ വെടിയേറ്റ് 2 ഭീകരരെ സുരക്ഷാ സേന കീഴ്പ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇവർ കൊല്ലപ്പെട്ടു എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ ഭീകരരും സുരക്ഷാ സേനയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ ദിവസം കാശ്മീരിലെ ലിസ്വായിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചതും. അതിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ അടക്കമുള്ളവരെയായിരുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിട്ട സൈനിക നടപടിയിലൂടെ തന്നെ വധിച്ചത്. ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് പൂഞ്ച് ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി വൈകി ഗോദ്വാർ സെക്ടറിലെ മാൾട്ടിവേൽ പ്രദേശത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയതായി ഇന്ത്യൻ സുരക്ഷാ സേന കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഏറ്റുമുട്ടൽ ആരംഭിക്കുകയും അതേപോലെ തന്നെ ഇവരുടെ പക്കൽ നിന്നും വൻ ആയുധശേഖരങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. മാത്രമല്ല ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുന്നവർക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയത്. ഇവർ അതിർത്തി കടന്നെത്തുന്ന ഭീകരരെ തീർത്തു കളയുമെന്ന മുന്നറിയിപ്പ് അമിത്ഷാ നൽകിയിട്ടും ഇപ്പോഴും ഇത് മാനിക്കാതെയാണ് പലരും അന്താരാഷ്ട്ര അതിർത്തി വഴി നുഴഞ്ഞുകയറ്റം നടക്കുന്നത്. അതിർത്തി കടന്ന് വരാൻ ശ്രമിച്ചാൽ മരണമായിരിക്കും അവർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകുക എന്നും ഭീകരർക്കെതിരെ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ പലതവണ വ്യക്തമാക്കിയതാണ്. ഇന്ത്യയിൽ കയറി വിളയാടാൻ നിന്നാൽ ഭീകരർക്ക് ഇന്ത്യ നൽകിയ തിരിച്ചടിയും ലോകരാജ്യങ്ങൾ കണ്ടത് തന്നെയാണ്. ഇങ്ങോട്ട് ചൊറിയുന്നവരെ അങ്ങോട്ട് മാന്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു ആക്രമണത്തിന് ഇന്ത്യക്കെതിരെ മുതിർന്നാൽ മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പ്രതീക്ഷിക്കരുത് എന്നും കൂടാതെ സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടയിലായിരുന്നു അമിത്ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല അമിത്ഷാ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും ഓപ്പറേഷൻ മഹാദേവിനെ കുറിച്ചും വലിയ രീതിയിൽ തന്നെ സംസാരിക്കുകയും രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ച സൈന്യത്തിന് നന്ദി പറയുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.